ടൊയോട്ടോൻ്റെ രണ്ട് 6 dB ക്രോസ് ഓവറാണ് ഈ കാണുന്നത്. ഒന്ന് 2-way 6 dB ഒന്ന് 3-way 6 dB. ഇപ്പോൾ പാക്ക് അയച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 2-way ക്രോസ് ഓവർ, ഇത് 3-way ക്രോസ് ഓവർ. രണ്ടും 6 dB ആണ്, 12 dB അല്ല. 6 dB 12 dB തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കുന്നു. 2-way ആദ്യം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ക്രോസ് ഓവർ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാനുള്ള ക്രോസ് ഓവർ ബോർഡാണ്. അതായത് നെറ്റ്വർക്ക് ക്രോസ് ഓവർ. നമുക്ക് വരുന്ന ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന സിഗ്നൽ ഈ കോമൺ ആൻഡ് ഇൻപുട്ട് കൊടുക്കുന്നു. അവിടുന്ന് നമ്മൾ ട്വീറ്റർ വൂഫർ എന്നുള്ള കണക്ഷനിലേക്ക് സെപ്പറേറ്റും. ഇതിലിപ്പോൾ പീസോ എന്നുള്ള പീസോ ട്യൂട്ടർ കൊടുക്കാനുള്ള ആ ഒരു സർക്യൂട്ടാണ്, ആ ഒരു സെക്ഷനാണ് സെപ്പറേറ്റ് ആയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 3-wayയിൽ വരുന്നത് ഒരു വൂഫർ, ഒരു മിഡ് റേഞ്ച്, ഒരു ട്യൂട്ടർ, അതിന് സെപ്പറേറ്റ് ഒരു മിഡ് റേഞ്ചിൻ്റെ കോയിലും ഒരു വൂഫറിൻ്റെ കോയിലും സെപ്പറേറ്റ് ഉണ്ടാവും. അതിലേക്കും ഇതേപോലെ തന്നെ ഒരു ഇൻപുട്ട് ആൻഡ് കോമൺ, ഇതിലും സെപ്പറേറ്റ് നമുക്ക് ട്യൂട്ടർ കണക്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ സർക്യൂട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിന് മുമ്പ് ഒരു 12 dB ക്രോസ് ഓവർ ചെക്ക് ചെയ്തിരുന്നു, അത് സ്വീറ്റൺ 12 dB ക്രോസ് ഓവർ. അപ്പോൾ അതിനോട് അത്യാവശ്യം മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം 2-way ക്രോസ് ഓവർ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ഈ വയറിങ് കിടക്കുന്നത് ഇപ്പോൾ ഇത് സ്പീക്കർ ആംപ്ലിഫയറിലേക്കുള്ള കണക്ഷനാണ്. ഇവിടെ ഒരു കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ മിഡ് റേഞ്ചിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ 2 ആയതുകൊണ്ട് നമുക്ക് മിഡ് റേഞ്ച് ഇല്ല, അടുത്ത ബോർഡിലേക്ക് ഇത് കണക്ട് ചെയ്യാനുള്ളതാണ്. ഈ ട്യൂട്ടർ ഒരു RD02 സിപ്പിൻ്റെ ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് കോപ്പർ അവാർഡ് കോപ്പർ കോൺ 6 inch വൂഫറാണ്. അത്യാവശ്യം നല്ല ഔട്ടാണ് സംഭവം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊടുത്തു നോക്കാം, എങ്ങനെയുണ്ട് പെർഫോമൻസ് നോക്കാം. വെറുതെ വെച്ചാണ് നെക്സ്റ്റ് 3-way. ഇത് 6 dB ക്രോസ് ഓവറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം ഞാനിപ്പോൾ ശ്രദ്ധിച്ചത് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കേട്ട് നോക്കൂ. ആണ് 6 dBയുടെ ഓവർലാപ്പ്, അതായത് ഇതിലോട്ട് വരുന്ന മിഡിൻ്റെ അംശം. അത് കംപ്ലൈൻ്റ് അല്ല, അതങ്ങനെയാണ് വരിക. അതിലേക്ക് ഹൈൻ്റെ അംശം, അതാണ് 6 dBയുടെ ഒരു ക്രോസ് ഓവറിൻ്റെ ലെവൽ. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇത് 3-way 6 dB 3-way ആണ്. അപ്പോൾ ആ ഓവർലാപ്പിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2-wayയിൽ നമുക്ക് ആ ഓവർലാപ്പ് ഓവറായിട്ട് അറിയില്ല, കാരണം നമുക്ക് ഇതിനിടയിൽ ഒരു മിഡ് റേഞ്ച് വരുന്നില്ല. അപ്പോൾ 2-wayയിൽ 6 dB 12 dBയുടെ ഡിഫറൻസ് പെട്ടെന്ന് തിരിച്ചറിയാൻ കുറച്ചൊരു ശ്രദ്ധിച്ച് പരിചയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഇതിലൂടെ ഏതൊക്കെ ഡീറ്റെയിൽസ് വരുന്നു, അതേപോലെ തന്നെ എത്ര ഭാഗം ട്യൂട്ടറിലൂടെ വരണോ എന്നുള്ളത്. അതേപോലെ ഇതിലിപ്പം മിഡ് റേഞ്ച് ട്യൂട്ടറിലൂടെ വരുന്നതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ, ഒരു ഇതിലുള്ള വേവ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഓവർലാപ്പ് ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസം നല്ലോണം നമുക്ക് 3-way 6 dBകളിൽ അറിയാൻ പറ്റും. ക്രോസ് ഓവറുകളിൽ 12 dBകളിൽ കുറച്ചും കൂടെ സെപ്പറേഷൻ കിട്ടും, 24-ൽ കുറച്ചുകൂടെ സെപ്പറേഷൻ കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട് വ്യത്യാസം വരുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എക്സ്പീരിയൻസ് വ്യത്യാസം വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ വൂഫറിലേക്ക് നമുക്ക് ഒരു മിഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇതിൻ്റെ ഒരു ഓവർലാപ്പാണ് ഉണ്ടാവും, മിഡ് ടു വൂഫർ. അതൊന്നും വലിയൊരു വിഷയമായിട്ട് വരില്ല. മറ്റേതിലേക്ക് കുറച്ച്, അതായത് ശരിക്കും പറഞ്ഞാൽ 6 dB ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ഹൈ ലെവൽ കുറച്ച് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ആ ഒരു DB ലെവൽ കറക്റ്റാക്കി കൊടുത്താൽ വളരെ മാച്ചായി കിട്ടും എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അത് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കേട്ടൊരു പെർഫോമൻസ് വെച്ചിട്ട് നല്ല സൂപ്പറാണ്. ഇപ്പം നല്ല ക്ലാരിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം ഇന്ന് വരുന്നുണ്ട്. അതായത് മഡീനസ് അല്ലെങ്കിൽ മങ്ങിയൊരു അവസ്ഥയൊന്നും ഇതിൽ നിന്ന് വരുന്നില്ല. നല്ല ക്ലാരിറ്റി തന്നെ, ബ്രൈറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. രണ്ടും 2-wayയിലും അതെ 3-wayയിലും അതെ. അപ്പോൾ ഒരു 399 ആണ് ഇതിൻ്റെ ബോക്സിലുള്ള പ്രൈസുള്ളത്. പക്ഷേ 399 അല്ല, വാങ്ങുമ്പോൾ മൊത്തത്തിൽ ഒരു
ഒരു 400 അറൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ റേറ്റ് കൂടിയോ ഇല്ലയെന്നറിയില്ല, നിങ്ങളുടെ ഏരിയയിൽ അന്വേഷിച്ച് നോക്കുക. അതല്ല ഞാനിവിടെ ഒരു നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി, സ്ക്രീൻഷോട്ടോ മറ്റോ വിട്ട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മോഡൽ നമ്പറോ മറ്റോ ചോദിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ 6 dB 2-way ക്രോസ് ഓവർ ആണ്. അത് 48 ohms 6 dB 60 watt ആണ് ഇതിൻ്റെ മോഡൽ വരുന്നത്. അതിൽ നിങ്ങൾക്ക് 2-way ആണോ വേണ്ടത് 3-way ആണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ചെയ്ത് പറയുക ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് സർവീസ് അവൈലബിൾ ആണ്, അതായത് നിങ്ങൾക്ക് വീട്ടിലെത്തും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഒരു 2-way സെറ്റപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ 3-way സെറ്റപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ മുമ്പ് ചെയ്തിരുന്ന ഒരു 12 dB ആയിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ടോട്ടോൻ്റെ ഈ പുതിയ പ്രോഡക്റ്റ്? ഇവരുടെ പുതിയ ലോഞ്ചാണിത്. അപ്പോൾ പുതിയ പ്രോഡക്റ്റ് നിലയ്ക്ക് അവരുടെ അഭിപ്രായം, നല്ലൊരു ബ്രൈറ്റ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ അഭിപ്രായം മോശമൊന്നുമില്ല, നല്ല എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പൈസ വാങ്ങിയിട്ടൊന്നുള്ള പരിപാടി ഒന്നുമല്ല, എൻ്റെ അനുഭവമാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സി യു.